ഇന്ന് ഞാൻ പറയണ കഥ എങ്ങനെയാ ഞാൻ ഈ മൈലാഞ്ചി ഫീൽഡിലേക്ക് വന്നതെന്നാണ് കേട്ടാ. ഞാൻ മൈലാഞ്ചി ഒക്കെ ഇട്ട് തുടങ്ങിയത് വളരെ ചെറുപ്പകാലത്താണ് കേട്ടോ. ഒരു ഏഴിലും എട്ടിലൊക്കെ പഠിക്കുമ്പോ തൊട്ട് നമ്മുടെ വീട്ടിലെല്ലാവരും കൂടി ചേരുന്ന കുറച്ച് പരിപാടികൾ ഉണ്ടാവുമല്ലോ, വിഷു ഓണൊക്കെ. അപ്പൊ എന്റെ ചിറ്റന്മാര് രണ്ട് മൈലാഞ്ചി കോണും കൊണ്ടാ വരിക എന്നെ കൊണ്ട് ഇടിയിപ്പിക്കാൻ. എങ്ങനെയാ അവരത് കണ്ടുപിടിച്ചതെന്ന് എനിക്ക് എന്നെ അറിയില്ല കേട്ടോ. ഞാൻ എന്റെ ഉള്ളിൽ ഒരു മെഹന്തി ഇടുന്ന ആളുണ്ടെന്ന് അങ്ങനെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ മൈലാഞ്ചി എന്നുള്ള ഒരു സംഭവത്തിലേക്ക് വന്നത്. അങ്ങനെ ഓണത്തിനും വിഷുവിനും വീട്ടിലുള്ള ആൾക്കാർക്ക് തന്നെ ഇട്ടുകൊണ്ടിരുന്ന ഞാൻ ഒരു കോളേജിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോ അവിടെ മെഹന്തി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം വന്നു തുടങ്ങി. അതുവരെ ഡ്രോയിങ് കോമ്പറ്റീഷനും ഡാൻസ് കോമ്പറ്റീഷനും മാത്രം പങ്കെടുത്തിരുന്ന ഞാൻ മെഹന്തി കോമ്പറ്റീഷനും കൂടി പങ്കെടുത്തു തുടങ്ങി. അങ്ങനെ ആദ്യത്തെ മെഹന്തി കോമ്പറ്റീഷനിൽ തന്നെ സെക്കൻഡ് പ്രൈസ് അടിച്ച ഞാൻ വിചാരിച്ചു, ഇത് കൊള്ളാലോ, അന്നാ ഇനി ഇത് വിട്ടുകൂടാ. അങ്ങനെ എല്ലാ മെഹന്തി കോമ്പറ്റീഷനിലും പങ്കെടുത്തു തുടങ്ങി. പങ്കെടുത്തത് ഒന്നും വെറുതെ ആയില്ല. പങ്കെടുത്ത എല്ലാ കോമ്പറ്റീഷനിലും ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഏതെങ്കിലും ഒരു പ്രൈസ് എന്തായാലും കിട്ടാറുണ്ട്. അങ്ങനെ കോളേജൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൂടെ പഠിച്ച ഓരോരുത്തരുടെ കല്യാണമൊക്കെ ആയി തുടങ്ങി. ലാസ്റ്റ് ഇയർ തന്നെ എന്റെയും കല്യാണമായി. അങ്ങനെ മുൻപേ ബുക്ക് ചെയ്ത് വെച്ച പ്രകാരം എന്റെ കൂട്ടുകാര് എന്നെ കൊണ്ട് തന്നെ കല്യാണത്തിന് മെഹന്തി ഇടിയിപ്പിച്ചു. പിന്നെ കല്യാണം കഴിഞ്ഞ് വയലൂർ എത്തി കഴിഞ്ഞപ്പോ പ്രശാന്തേട്ടന്റെ അറിവിലുള്ള എല്ലാവരോടും പ്രശാന്തേട്ടനും പറഞ്ഞു തുടങ്ങി. അങ്ങനെ വയലൂര് ഭാഗത്തുനിന്നും അറിയാത്തവരും അറിയുന്നവരായിട്ട് കുറെ പേർക്ക് മൈലാഞ്ചി ഇടാൻ എന്നെ കൊണ്ട് സാധിച്ചു. അങ്ങനെയാണ് ഞാൻ മെഹന്തി ആർട്ടിസ്റ്റ് ആയത് കേട്ടാ. പിന്നെ നമ്മൾ മൈലാഞ്ചി ഇടുന്ന സമയത്ത് ഫ്രീ മോട്ടിവേഷൻ ക്ലാസ്സും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടാ. ഇതാണ് കേട്ടാ നമ്മുടെ ചങ്ക് രാജി ചേച്ചി. മെഹന്തി ഇടല് കഴിഞ്ഞ് ഇന്ദുവിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ പോയത് രാജി ചേച്ചിയുടെ അടുത്തേക്കാണ് കേട്ടാ. എന്തിനാണെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായിണ്ടാവുമല്ലോ. നാളെ ഇന്ദുവിന്റെ നിശ്ചയത്തിന് ഞാൻ സാരിയെ ഉടുക്കണേ. എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ സാരി ഉടുക്കാൻ കിട്ടുന്ന ഒരു ചാൻസും വെറുതെ കളയാറില്ല. സാരി ഉടുക്കാൻ നന്നായിട്ട് അറിയും ചെയ്യാം. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടല്ലാത്തതുകൊണ്ട് പറ്റണ പരിപാടിക്കൊക്കെ ഞാൻ സാരി ഉടുക്കാറുണ്ട്. അപ്പൊ ആ സാരിയുടെ ബ്ലൗസ് വാങ്ങാനാണ് ഞാൻ രാജി ചേച്ചിയുടെ അടുത്ത് പോയത്. രാജി ചേച്ചി വെറും എന്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണ ഒരു ചേച്ചി മാത്രമല്ല, ഞങ്ങള് ഭയങ്കര കമ്പനിയാണ്. ഞങ്ങൾക്ക് ചെടികളെ കുറിച്ചും ഫ്രൂട്ട്സ് പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ ഭയങ്കര ചർച്ച അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അങ്ങനെ രാജി ചേച്ചിയുടെ അവിടെ നിന്ന് തിരിച്ചു വന്ന് നാളെ ഉടുക്കാനുള്ള സാരി ഒന്ന് സെറ്റ് ആക്കി വെക്കാന്ന് വിചാരിച്ചു കേട്ടാ. അപ്പൊ ഞാൻ സാരിയുടെ തലയും താഴത്തോട്ടുള്ള ഞെറിയും എല്ലാം എടുത്ത് പിൻ ചെയ്തിട്ട് തേച്ച് സെറ്റാക്കി ഡ്രൈപ്പ് ചെയ്ത് എടുത്തു വെക്കാറാ പതിവ്. ഇനി സാരി ഡ്രൈപ്പിംഗ് ആർക്കെങ്കിലും അറിയാത്ത കാര്യമാണ്, എങ്ങനെയാ അത് പിൻ ചെയ്ത് തേക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ അടുത്ത വീഡിയോകളിൽ ഉൾപ്പെടുത്താട്ടോ. അതുപോലെ ഈ സാരിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടാ. അപ്പൊ നമുക്ക് നാളെ സാരി ഉടുത്ത് സുന്ദരി കുട്ടിയായിട്ട് കാണാം.